मेरे लिए परिवार में आने जैसा होता है। നരേന്ദ്രമോദിയുടെ കുറച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലാവുകയാണ്. സോഷ്യൽ മീഡിയയിലെ പല അക്കൗണ്ടുകളിലും ഈ ചിത്രം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. BJPയുടെ പല സോഷ്യൽ മീഡിയ വാളുകളിലും ഈ ചിത്രം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നരേന്ദ്രമോദി മുസ്ലിം മതപണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്ന ചിത്രം. അതുകൂടാതെ ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ ഉടനീളം മോദി പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, ഏതൊരവസ്ഥയിലും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് മോദി ആ പ്രസംഗത്തിൽ ഉടനീളം നൽകുന്നുണ്ട്. മുസ്ലിം മതപണ്ഡിതന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രസംഗം നടത്തുകയും അതുകൂടാതെ അതിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉയർന്നു വരികയാണ്. ഇതെവിടെയാണ്, എങ്ങനെയാണ്, ഈ ചിത്രം ഫേക്ക് ആണോ അത് ഒറിജിനൽ ആണോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നരേന്ദ്രമോദി വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിരിക്കുന്ന ഒരിടത്ത് പോയിട്ട്, അതായത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആ വിശുദ്ധ ഖുർആനെ പുഞ്ചിരിയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ചിത്രം. കൂടെ കുറച്ച് മതപണ്ഡിതന്മാർ വേഷധാരികളായിട്ടുള്ള, അതായത് മുസ്ലിം ആത്മീയ വേഷധാരികളായിട്ടുള്ള കുറച്ച് ആളുകളെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ചിത്രങ്ങളുടെയും ഈ വീഡിയോകളുടെയും സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായ സംഭവമാണ്. ഈ ചിത്രവും ഈ പ്രചരിക്കുന്ന വീഡിയോ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വാളുകളിലും ഈ ചിത്രം നരേന്ദ്രമോദി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് പരസ്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, മോദി വഴി തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം മോദി അടുപ്പം കാണിച്ച ഇക്കൂട്ടർ ആരാണ്? മുസ്ലിങ്ങൾക്കിടയിലുള്ള ഇക്കൂട്ടർ ആരാണ്? എന്താണ് ഇവർക്ക് BJPയുമായിട്ട് ഇത്ര ആത്മബന്ധം? മോദി എന്തുകൊണ്ടാണ് ഇവരെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? മോദി മാത്രമല്ല, മഹാരാഷ്ട്രയിലെ പ്രമുഖരായിട്ടുള്ള BJP നേതാക്കന്മാരൊക്കെ ആ ചടങ്ങിലുണ്ടായിരുന്നു. നരേന്ദ്രമോദി മുംബൈയിലെ ജാമിയത്തു സൈഫിയ എന്ന് പറയുന്ന ഷിയ വിഭാഗത്തിന്റെ കീഴിലുണ്ട് എന്നറിയപ്പെടുന്ന ബൊഹ്റ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ മുസ്ലിങ്ങളുടെ മർക്കസ് അഥവാ അത്തരത്തിലുള്ള ആളുകൾ, ഈ ഷിയ വിഭാഗത്തിലെ ബൊഹ്റ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ മതം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അവിടെയുള്ള BJPക്കാരുമായിട്ട് വലിയ ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടരാണ് ഇവർ. അത് ഇന്നു മുതലുള്ള ബന്ധമൊന്നുമല്ല. അതായത് നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയത് മുതലുള്ള ബന്ധമൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് മോദിയെ പിന്തുണയ്ക്കുന്ന ഉത്തരേന്ത്യയിലെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവര്. പൊതുവെ മുസ്ലിങ്ങൾക്കിടയിൽ ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ള ഒരു കൂട്ടരാണെന്ന് പറയപ്പെടുന്ന ആളുകളാണ് ഈ ഷിയ വിഭാഗം. സ്വാഭാവികമായിട്ടും അവര് ഖുർആൻ അംഗീകരിക്കുന്നവരൊക്കെ തന്നെയാണ്, മറിച്ച് ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളിലുള്ള ആളുകളാണ് എന്നാണ് ഇവരെ പറയപ്പെടുന്നത്. ഇവര് കാലാകാലങ്ങളായിട്ട് നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ BJPയെയും RSSനെയും ഒക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയവരാണ്. അത് മാത്രമല്ല, ഇവരുടെ ഏകദേശ പരിപാടികളിലൊക്കെ BJPയുടെ നേതാക്കന്മാരുടെ സാന്നിധ്യവും ഉണ്ടാവാറുണ്ട്. BJPക്ക് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ട് ചെയ്യാനടക്കം ആവശ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവർ. കാലാകാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും BJPയും RSSും എന്നും കൂട്ടുനിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഏത് വിഷയത്തിലാണെങ്കിൽ പോലും അത് തങ്ങളുടെ വിഷയമാണ് എന്ന് കരുതി RSSും BJPയും ഇത്രയും കാലം ഇടപെട്ടിട്ടുമുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മോദി ആ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ വിട്ടത്. അത് ഉടനീളം അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ കുടുംബാംഗമായിട്ട് തന്നെ വേണമെങ്കിൽ കരുതാം എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമൊക്കെയാണ് മോദി അവരോട് നടത്തുന്നുള്ളത്. അത് മാത്രമല്ല, ഉത്തരേന്ത്യയിലെ BJPയുടെ ഒരു മുസ്ലിം ബെൽറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് എല്ലാവരുമാണ് എന്നുള്ള അഭിപ്രായമല്ല. ഉത്തരേന്ത്യയിലെ ഈ BJPക്ക് മുസ്ലിം വോട്ടുകൾ ലഭിക്കാറുണ്ട്.
ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ BJP വോട്ടിടുന്നു എന്നുള്ളത് ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവിടുത്തെ ഒരു വലിയ പോർഷൻ കുറച്ച് ആളുകൾ BJP വോട്ടിടാറുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ പരിപാടികളിലൊക്കെ BJP-ക്കാരുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പരിപാടിയിൽ തന്നെയാണ് മോദി പോയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ചിത്രങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളത് മാത്രമല്ല, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. കേവലം ഇന്ന് മുംബൈയിൽ നടന്ന ഒരു പരിപാടി മാത്രമല്ല, ഇതൊക്കെ എപ്പോഴും അങ്ങനെ ഒരു അവരുമായിട്ട് ബന്ധമുള്ള, അതായത് BJP-യുമായിട്ട് RSS-ഉമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ അവർ ചേർത്ത് നിർത്തിയിട്ട് പോവാറുണ്ട്. ആശയപരമായിട്ട് അവരോട് വിയോജിപ്പുള്ള ആളുകളാണ് എതിർവശത്ത് നിൽക്കാറുള്ളത്. അവരോട് വലിയ ബന്ധവും പുലർത്താറില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. മറിച്ച് എല്ലാ കാര്യങ്ങളും RSS-നെ അനുകൂലിച്ചുകൊണ്ടും BJP അനുകൂലിച്ച് മുത്തലാഖ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുകൂല നിലപാട് വെച്ച് പുലർത്തിയ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ സ്വാഭാവികമായിട്ടും BJP-യോടൊപ്പമുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ പരിപാടികളിൽ പോവുക, അവരുടെ പരിപാടികളുടെ ഭാഗമാവുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും മുന്നോട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ മഞ്ച് പോലെയുള്ള RSS-ന്റെ കീഴിലുള്ള ഈ മുസ്ലിം സംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ RSS-ന്റെ ഭാഗമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഈ ചിത്രങ്ങൾ പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ വാളുകളിൽ ഇത്തരം ചിത്രങ്ങൾ വരുമ്പോൾ പലരും സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. എന്നാൽ സംശയത്തോട് കൂടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇത് കലാകാലങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. നരേന്ദ്രമോദിയുടെ വാളുകളിൽ ഇത്തരം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളും ചിത്രങ്ങളും അവരോടൊപ്പമുള്ള പരിപാടികളുടെ വീഡിയോസും ഒക്കെ എത്രയോ നിരവധി വീഡിയോസും നിരവധി ചിത്രങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല, പ്രത്യേകമായിട്ട് നരേന്ദ്രമോദിയെ കാണാനൊക്കെ ഇവരുടെ ഷിയ വിഭാഗത്തിലുള്ള മതപണ്ഡിതന്മാരൊക്കെ പോകാറുണ്ട്. പ്രത്യേകമായിട്ട് നരേന്ദ്രമോദിയോട് കൂടിക്കാഴ്ച നടത്തുകയും പല വിഷയങ്ങളിലും ആശയപരമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ചിത്രത്തിന്റെ ഫാക്ട് സത്യസന്ധമായിട്ടുള്ള ഒരു ചിത്രമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പൊ പൊതുവെ ഇത്തരം ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു കാര്യം, ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ പോലും സംശയിക്കേണ്ടതില്ല. കാരണം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP-ക്ക് എന്നും കൂടെ നിന്നുകൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ആളുകളാണ് ഇവര് BJP-യുടെ ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ അവരുടെ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ പൂവുകളൊക്കെ ഇങ്ങനെ വാരി വിതറും. ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. നരേന്ദ്രമോദിയോ BJP-യുടെ നേതാക്കന്മാരോ അവരുടെ നാട്ടിലേക്കോ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഈ അടുത്ത കാലത്തൊക്കെ പുറത്തു വന്നിരുന്നു. കുറെ വിദ്യാർത്ഥികൾ മോദിയുടെ വാഹനത്തിന് പിന്നാലെ ഇങ്ങനെ ഓടിപ്പോകുന്നു, മോദി മോദി എന്ന് വിളിച്ചിട്ട്. അവർക്കെല്ലാം കൊണ്ടും മോദിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. മോദി അവരൊരു നേതാവായിട്ട് തന്നെ കാണുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ഈ വിഭാഗത്തിൽ മോദിയുടെ കൂട്ടത്തിലും ഇല്ലാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മൊത്തം ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഒരു ഇപ്പൊ ബോറടങ്ങുന്ന കമ്മ്യൂണിറ്റികളൊക്കെ BJP-യുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഈ കാലം എത്രയും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ ഇപ്പോൾ സമസ്തക്ക് BJP-ആയിട്ട് ഒരു കാരണവശാലും ചോദിച്ചു പോകില്ല. ഈ അടുത്ത് വന്നൊരു കാര്യം എന്ന് പറയുന്നത് BJP-യുടെ ഏതോ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സമസ്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും BJP-യോട് ചർച്ച ചെയ്ത മുസ്ലിം മത സംഘടനകളുമുണ്ട്. ഇപ്പൊ യോജിക്കുന്നവരുമുണ്ട്, യോജിക്കാത്ത ആളുകളുമുണ്ട്. അപ്പൊ നിലപാടിന്റെ പേരിൽ BJP-യോട് യോജിക്കാത്ത ആളുകളുണ്ട്. മറിച്ച് കാലാകാലങ്ങളായിട്ട് BJP-യോടൊപ്പം നിന്ന ആളുകളുണ്ട്. എന്നാൽ ഇന്ന് അവർ അധികാരത്തിലുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവരോടൊപ്പം കൂടെ നിന്നിട്ടുള്ള മതസംഘടനകളുമുണ്ട്. എന്തായാലും ഈ ചിത്രങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.